പിന്നെ ഞാൻ നാളെ വിവാഹത്തിന് പോകും. എനിക്ക് പോയേ പറ്റൂ. പൊയ്ക്കോ. അവൻ ദേവിയെ കല്യാണം കഴിക്കുന്നത് കണ്ണു നിറയെ കാണും. എന്നിട്ടെങ്കിലും സത്യം മനസ്സിലാക്കും. അവളൊന്നും മിണ്ടാതെ കിടക്കയിൽ ചുരുണ്ടുകൂടി. കരഞ്ഞു തളർന്ന് കിടക്കുമ്പോഴാണ് പാർവതിയുടെ ഫോൺ അടിച്ചത്. അവൾ പതിയെ എടുത്തു ചെവിയിൽ വെച്ചത്. പാറു. കാശിയുടെ നേർത്ത സ്വരം കേട്ടതും അവൾ എഴുന്നേറ്റിരുന്നു. ഒപ്പം കണ്ണുകളിൽ ഒരു കടൽ നിറഞ്ഞു. എന്തൊക്കെയോ പറയാനുണ്ടെങ്കിലും ഒന്നും പുറത്തു വരാത്ത അവസ്ഥ. എന്താടി, നീ കരയാണോ? ആ ചോദ്യം അവളെ കൂടുതൽ കരയിച്ചു. കാശിക്കത് മനസ്സിലായി. അവനും അവളുടെ തേങ്ങൽ കേട്ട് ഹൃദയം വിങ്ങി. തൻ്റെ പ്രാണന്റെ അവസ്ഥ ഏതാവും എന്ന് അവനെ ഊഹിക്കാനാവുന്നതേ ഉള്ളൂ. എങ്കിലും അവൻ ഗൗരവം വിട്ടില്ല. ഞാൻ പിന്നെ വിളിക്കാം. വെക്കല്ലേ. ഒന്ന് പറഞ്ഞില്ലെങ്കിലും ഈ ശ്വാസമെങ്കിലും ഞാൻ കേട്ടോട്ടെ. ഇനി എനിക്കതിനു കഴിഞ്ഞില്ലെങ്കിലോ? ഒരു തേങ്ങലോടെ അവൾ പറയുമ്പോൾ അവൻ്റെ ചങ്ക് പൊട്ടും പോലെ തോന്നി. കണ്ണുകളിൽ നനവ് വന്നതും അവന് അവളെ കാണണം എന്ന് വരെ തോന്നി. അവളെ വാരിപ്പുണർന്നു. തൻ്റെ സ്നേഹം മുഴുവൻ അവളോട് ചെരിയാനും കൊതി തോന്നി. പാറു, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോടി? നീ എൻ്റെ ജീവനല്ലേ, എൻ്റെ പ്രാണൻ. ഇത്രയും കാലം കാത്തിരുന്ന് നേടിയിട്ട് എന്നെ തനിച്ചാക്കിയില്ലേ? ഇനി ഞാൻ ആർക്കു വേണ്ടി ജീവിക്കണം? പറ. കരഞ്ഞുകൊണ്ടുള്ള പാർവതിയുടെ സംസാരം കേട്ടു നിൽക്കാൻ കഴിയാതെ ഫോൺ വെച്ചു. പാർവതി അവർ എല്ലാ സങ്കടത്തോടെ നോക്കി. എന്നാൽ അവൾ ആരെയും നോക്കിയില്ല. അവൾ അവളുടെ ലോകത്തായിരുന്നു. അമ്പലത്തിലെത്തിയതും പാർവതിയുടെ ഹൃദയം വല്ലാതെ മിടിക്കാൻ തുടങ്ങി. അവളുടെ കണ്ണുകൾ എന്തിനോ വേണ്ടി പരതി നടന്നു. കുറച്ചു മാറി നിന്നു. ആരോട് സംസാരിക്കുന്ന കാശിയെ കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു. അവൻ്റെ കുറച്ചു മാറി നിൽക്കുന്ന ദേവിയെ കണ്ടപ്പോൾ ആ കണ്ണുകളിൽ നനവ് പടർന്നു. കരയില്ല എന്ന തീരുമാനത്തോടെ അവൾ ദേവിയുടെ അടുത്തേക്ക് നടന്നു. പാർവതിയെ കണ്ടതും ദേവിയുടെ ഉള്ളിൽ സങ്കടം തോന്നി. അവളുടെ മുഖം കണ്ടപ്പോൾ തന്നെ ദേവിക്ക് മനസ്സിലായി അവൾ ഒരുപാട് കരഞ്ഞിട്ടുണ്ടെന്ന്. പാർവതി ചിരിയോടെ അവളുടെ കയ്യിൽ പിടിച്ചു. സന്തോഷത്തോടെ ജീവിക്കണം. ഞാൻ നിങ്ങൾക്കിടയിൽ തടസ്സമാവില്ല. ഉള്ളിൽ കനൽ എറിയുമ്പോഴും അവൾ ചിരിച്ചുകൊണ്ട് തന്നെ നിന്നു. കാശിയെ തിരിഞ്ഞു നോക്കിയപ്പോൾ പിന്നെ അവനെ കണ്ടില്ല. അവളുടെ മുഖത്ത് സങ്കടം നേരിച്ചു. കുറച്ചു കഴിഞ്ഞ മുഹൂർത്തമായി എന്ന് പൂജാരി പറയുമ്പോൾ പാർവതിയുടെ ഹൃദയം പെരുമ്പറ കൊട്ടി. കണ്ണുകൾ ഇരുട്ട് കയറുന്നതുപോലെ തോന്നി. ദേവിക്ക് മുന്നിൽ നിൽക്കുന്ന ദേവിയെയും കാശിയെയും കണ്ടതും അവൾക്ക് ശരീരം തളരുന്നത് പോലെ തോന്നി. അത് കാണാൻ ഉള്ള ശക്തി തനിക്കില്ലെന്ന് മനസ്സിലായി. അവൾ തിരിഞ്ഞു നിന്നു. താലി കെട്ടിക്കോളൂ. പൂജാരിയുടെ വാക്കുകൾ അവൾ ഒരു സ്ഫോടനം സൃഷ്ടിച്ചു. എല്ലാവരും അവരെ ആശീർവദിക്കാൻ എന്ന പോലെ പൂക്കൾ ചെരിയുമ്പോൾ പാർവതി ശില പോലെ നിന്നു. ആ കാഴ്ച കണ്ടു നിൽക്കാൻ തനിക്ക് കഴിയില്ല എന്ന് മനസ്സിലാക്കി അവളുടെ കാലുകൾ പുറത്തേക്ക് ചലിച്ചു. ആരെയും നോക്കാതെ തിരിഞ്ഞു നടക്കുന്ന പാർവതിയുടെ കയ്യിൽ ആരോ പിടിച്ചു. അവൾ ഒരു നിമിഷം നിന്നുകൊണ്ട് തിരിഞ്ഞു നോക്കി. തന്നെ നോക്കി ചിരിക്കുന്ന കാശിയെ കണ്ടു അവൾ അത്ഭുതത്തോടെ നോക്കി. എന്നാൽ കാശി പാർവതിയുടെ കയ്യിൽ പിടിച്ചു ക്ഷേത്ര നടയിലേക്ക് നടന്നു. എന്താ സംഭവം എന്നറിയാതെ പാർവതി അവനെ പുറകിലും. ആളുകൾ എല്ലാം ഓരോന്ന് പിറുപിറുത്തു. നടയിലെത്തി അവളെ കയ്യിൽ നിന്നും പിടിവിട്ടു. കാശി മാറി നിന്നു. അപ്പോഴാണ് പാർവതിയുടെ കണ്ണുകൾ തൻ്റെ മുന്നിൽ നിൽക്കുന്ന ദേവിയുടെ അടുത്തേക്ക് പാഞ്ഞത്. പക്ഷേ അതിനേക്കാൾ വേഗത്തിൽ അവളുടെ അടുത്ത് നിൽക്കുന്ന നിവേദിലേക്കും. എന്താ നടക്കുന്നതെന്നറിയാതെ അവൾ ചുറ്റും നോക്കുമ്പോഴേക്കും കഴുത്തിലേക്ക് താലി വീണിരുന്നു. തൻ്റെ മാറിൽ ആടുന്ന താലിയിൽ നോക്കി പാർവതി വേഗം തിരിഞ്ഞു നോക്കി. തനിക്ക് പുറകിൽ നിന്നു കണ്ണു ചിമ്മി നിൽക്കുന്ന കാശിയിൽ കണ്ണുകൾ പതിഞ്ഞതും അവൾക്ക് അടങ്ങാത്ത സന്തോഷം തോന്നി. സോറി പൊണ്ടാട്ടി, ഇപ്രാവശ്യവും നിന്റെ സമ്മതം ചോദിക്കാൻ സമയം കിട്ടിയില്ല. നീ ഒന്നുകൂടി ക്ഷമിച്ചേക്ക്. അതും പറഞ്ഞവൻ അവളുടെ കയ്യിൽ പിടിച്ച് അമ്പലത്തിൽ വലം വെച്ചു. നഷ്ടപ്പെട്ട എന്തോ തിരിച്ചു കിട്ടിയ സന്തോഷമായിരുന്നു അവൾക്ക്. പക്ഷേ ദേവി അവളെ വാരിപ്പുണർന്നു. സോറി ഡി, എനിക്ക് കാശിയോടുള്ള പ്രണയം എനിക്കറിയാം. പക്ഷേ അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ ചെയ്യൂടി? പാർവതിക്ക് സങ്കടം വന്നിരുന്നു. അവൾ ദേവിയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. സോറി, ഞാൻ നിന്നെ. അതെ മതി, നീ ഞങ്ങൾ പൊക്കോട്ടെ. ബാക്കിയൊക്കെ നമുക്ക് വിശദമായി സംസാരിക്കാം, നിവേദി ചിരിയോടെ പറഞ്ഞു. നിവേദിയെയും ദേവതേനെയും യാത്രയാക്കി കാശി പാർവതിയുടെ അടുത്തേക്ക് വന്നു. അവളുടെ കൈ കോർത്തു പിടിച്ചു. ഇനി അങ്ങോട്ടാ? കുസൃതി നിറഞ്ഞ ചിരിയോടെ കാശി ചോദിക്കുമ്പോൾ പാർവതി നാണത്താൽ തല താഴ്ത്തി അവളുടെ കൈ പിടിച്ചു മാധവൻ്റെ അകത്തേക്ക് നടന്നു. പാർവതിക്ക് അച്ഛനെ കണ്ടപ്പോൾ സങ്കടം തോന്നി. അച്ഛ, എന്നോട് ക്ഷമിക്കണം. എനിക്ക് കാശിയില്ലാതെ പറ്റില്ല. മാധവൻ ഒന്നും മിണ്ടിയില്ല. സുമിത്ത അവളുടെ നെറുകയിൽ ചുംബിച്ചു. ജാനകി മിഴികൾ നിറച്ചു കാശിയെ നോക്കി. എന്നാൽ അവൻ അവരെ നോക്കിയതേ പോലും ഇല്ല. പാറു, നീ വീണ്ടും ഞങ്ങളെ തോൽപ്പിച്ചു. എല്ലാവരുടെയും മുന്നിൽ നാണം കെടുത്തി. അച്ഛ, എന്നെ മനസ്സിലാക്കണം. ഇനിയും നിന്റെ ജീവിതം ഇതിൻ്റെ കളിക്ക് വിട്ടുകൊടുക്കാൻ എനിക്ക് സമ്മതമല്ല. നീ ഇപ്പോൾ എൻ്റെ കൂടെ വരണം. അല്ലെങ്കിൽ നിനക്ക് ഇങ്ങനെ ഒരു അച്ഛൻ ഇല്ല എന്ന് വെക്കേണ്ടി വരും. മാധവൻ ഗൗരവം വിടാതെ പറയുമ്പോൾ എല്ലാം കാശിയുടെ കയ്യിലുള്ള പാർവതിയുടെ പിടി മുറുകെ വന്നു. മാധവൻ അവളുടെ കയ്യിൽ പിടിച്ചു.
നിനക്ക് അച്ഛനും അമ്മയും വേണം എന്നാണെങ്കിൽ നീ ഞങ്ങളുടെ കൂടെ വരണം. ഇവൻ്റെ പോകാനാണ് തീരുമാനമെങ്കിൽ പിന്നെ നിന്റെ ഇഷ്ടം. പാർവതി ധർമ്മസങ്കടത്തിലായി. അവൾ കാശിയെ നോക്കി. അവനാണെങ്കിൽ ഇതൊന്നും ബാധിക്കാത്തത് പോലെ നിൽക്കുകയായിരുന്നു. ആശിച്ചതെല്ലാം കിട്ടിയിട്ടും മുന്നിൽ തടസ്സങ്ങൾ വീണ്ടും. അച്ഛ, കുറച്ച് സമയം എനിക്ക് തരണം. എനിക്ക് ഏട്ടനോടൊന്ന് സംസാരിക്കാൻ. പാർവതി കാശിയോടൊപ്പം അമ്പലക്കുളത്തിൽ വന്നു നിന്നു. അവളുടെ മനസ്സിൽ അപ്പോഴും സംഘർഷം നടന്നുകൊണ്ടിരുന്നു. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇത്രയും വർഷം പോറ്റി വളർത്തിയ അച്ഛൻ ഒരു ഭാഗത്ത്, എൻ്റെ പ്രാണനും പ്രണയവും മറുഭാഗത്തും. ഞാൻ എന്ത് ചെയ്യണം? കാശി അവളുടെ മുഖം കയ്യിൽ എടുത്തു. നിറഞ്ഞൊഴുകുന്ന അവളുടെ കണ്ണുനീർ അവൻ ചുണ്ടുകൾ കൊണ്ട് ഒപ്പിയെടുത്തു. അച്ഛനേക്കാൾ വലുതല്ല നിന്റെ പ്രണയം. ഇപ്പോൾ ഒരു വാശിയിൽ ഞാൻ നിന്നെ കൊണ്ടുപോയാൽ നമുക്കൊരിക്കലും സന്തോഷം ലഭിക്കില്ല. അതുകൊണ്ട് നീ ഒന്ന് നിർത്തി. കാശി അവളെ വാരിപ്പുണർന്നു. അവളും അവൻ്റെ നെഞ്ചിലെ ചൂടിൽ കുതിച്ചിരുന്നു. ഇപ്പോൾ നീ എൻ്റെ സ്വന്തമാണ്. ആർക്കും നമ്മളെ പിരിക്കാൻ കഴിയില്ല. ഇത്രയും വർഷം എവിടെയാണെന്ന് പോലും അറിയാതെ നമ്മൾ കാത്തിരുന്നില്ലേ? ഇപ്പോൾ കൺമുന്നിൽ എൻ്റെ പെണ്ണായി നീയില്ലേ? പിന്നെ എന്താ? കാശിയുടെ വാക്കുകൾ അവളെ ശരിക്കും ഞെട്ടിച്ചു. അവൻ വാശി പിടിക്കും എന്ന് കരുതി അവൾക്ക് അതൊരാശ്വാസമായിരുന്നു. വീട്ടുകാരെ മനസ്സിലാക്കിയതിൽ അവനോട് അവൾക്ക് വല്ലാത്ത സ്നേഹം തോന്നി. മാധവിൻ്റെ കൂടെ പോകുന്ന പാർവതിയെ നോക്കി കാശി അമ്പലമുറ്റത്ത് നിന്നു. പാർവതി കണ്ണിൽ നിന്നും മായും വരെ അവനെ നോക്കി. അവൾ ദൂരെ പോകുന്തോറും അവൻ്റെ ഉള്ളിൽ സങ്കടം വന്നിരുന്നു. തിരിച്ചു പോകാൻ വേണ്ടി ബൈക്കിൽ കയറിയിരുന്നപ്പോഴാണ് കാശിയുടെ കൊളറ് ആരോ പിടിച്ചത്. തിരിഞ്ഞു നോക്കുമ്പോൾ ദേഷ്യം കലർന്ന മിഴികളോടെ നിൽക്കുന്ന ഋഷിയെ കണ്ടു കാശി ചിരിച്ചു. ആഹാ, നീ എവിടെയായിരുന്നു? സദ്യ കഴിഞ്ഞോ ആവോ? പോയിരുന്നു കഴിച്ചോ? ഡാ പോടാ ചക്ക. കാശി, നീ എന്നെ തോൽപ്പിച്ചു എന്ന് കരുതണ്ട. പിന്നെ അവൾ ഇപ്പോഴും നിന്റെ കൂടെ അല്ല, അത് ഓർമ്മ വേണം. ഞാൻ വിചാരിച്ചാൽ അവളെ എൻ്റെ സ്വന്തമാക്കാം, ഏതു വിധേനയും. ഋഷിയുടെ വാക്കുകൾ കേട്ട് ദേഷ്യം വന്നു. കാശി ബൈക്കിൽ നിന്നും ചാടിയിറങ്ങി കാലുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി. പുറകിലേക്ക് വീണ ഋഷിയുടെ നെഞ്ചിൽ ചവിട്ടി കാശി പറഞ്ഞു. അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൾ കണ്ണാടിക്ക് മുന്നിൽ പോയി നിന്ന് കഴുത്തിലും തലയിലേക്കും നോക്കി. അത് കണ്ടതും അവളുടെ മനസ്സിലേക്ക് കാശിയുടെ മുഖം ഓടിയെത്തി. ചുണ്ടിൽ ചെറിയോടെ അവൾ ഫോണെടുത്തു അവനെ വിളിച്ചു. ആദ്യത്തെ ബെല്ലിൽ തന്നെ അവൻ ഫോണെടുത്തു. എന്താ ഭാര്യ, ഇത്ര പെട്ടെന്ന് എന്നെ മിസ് ചെയ്തു? ആഹാ, അപ്പോൾ എങ്ങനെ പിടിച്ചു നിൽക്കും അവിടെ? നിന്റെ അച്ഛൻ ആണെങ്കിൽ ഇമ്മാതിരി പണി കാണിക്കും എന്നറിയില്ലായിരുന്നു. ഇനി എന്താ ചെയ്യാം? നമുക്ക് ഒടിച്ചോടിയാലോ? ഞാൻ സീരിയസ് ആയിട്ടാ ചോദിച്ചു. എന്നാ മോൾ ആ ജനലിൻ്റെ അടുത്തൊന്ന് വാ. പറഞ്ഞു തീരും മുന്നേ പാർവതി ജനലിൻ്റെ അടുത്തേക്ക് ഓടി. റോഡ് സൈഡിൽ ബൈക്കിൽ ഇരിക്കുന്ന കാശിയെ കണ്ടതും അവൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. എങ്കിലും ഉള്ളിൽ ഒരു ചെറുവിങ്ങൽ അവശേഷിച്ചിരുന്നു. പിന്നെ ഞാൻ രാത്രി വരും, എൻ്റെ കൂടെ വരണം. അയ്യോ, അപ്പോൾ അച്ഛൻ അറിഞ്ഞു? പോത്തെ. അച്ഛനോട് ആഗ്രഹം വാങ്ങി വരാൻ അല്ല പറഞ്ഞത്. ഞാൻ രാത്രി വന്ന് വിളിക്കും. അപ്പോൾ ആരും അറിയാതെ വരണം. എങ്ങോട്ടാ? പാതാളത്തിലേക്ക്. എനിക്ക് പേടിയാ. ഞാനില്ല നിൻ്റെ കൂടെ. പിന്നെ പേടി മാറ്റുന്ന ഒരു മരുന്നുണ്ട് എൻ്റെ കയ്യിൽ. എന്താ ഇത്? അത് രാത്രി തരുന്നുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായതും അവളുടെ ഉള്ളിലൂടെ കൊള്ളിയാൽ മിന്നി. കാശി ബൈക്കിൽ കയറി പോകുന്നവരെ അവൾ അവനെ നോക്കി നിന്നു. ഒരിക്കലും കിട്ടില്ല എന്ന് കരുതിയ പ്രണയം ഇന്ന് തനിക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു. ഇനി ഒരു മോചനം അതിൽ നിന്നും ഉണ്ടാവില്ല എന്ന് മനമുരുകി പ്രാർത്ഥിച്ചു പാർവതി. രാത്രി വരെ ഒരു സമാധാനവും ഇല്ലാതെ പാർവതി ഇരുന്നു. കാശിയുടെ ഫോൺ വരുന്നത് നോക്കി. രാത്രി ഭക്ഷണം കഴിക്കാൻ സുമിത്ര വിളിച്ചെങ്കിലും പാർവതി പോയില്ല. കുറച്ചു കഴിഞ്ഞ് മാധവൻ അവളുടെ അടുത്ത് വന്നു. നിന്റെ ഏതു കാര്യത്തിനും കൂടെ നിന്നിട്ടുണ്ട് ഈ അച്ഛൻ. പക്ഷേ അവൻ്റെ കൂടെ ഞാൻ നിന്നെ ഇറക്കി വിടില്ല. എൻ്റെ മനസ്സ് മാറാൻ വേണ്ടി ആണ് നിന്റെ കാത്തിരിപ്പെങ്കിൽ ഇവിടെ നിർത്തിക്കോ. ദേഷ്യത്തിൽ പറഞ്ഞ് മാധവൻ പുറത്തു പോയി. പാർവതി കരഞ്ഞുകൊണ്ട് ബെഡിൽ കിടന്നു. തനിക്ക് പ്രണയം തിരിച്ചു കിട്ടിയപ്പോൾ വീട്ടുകാർ തന്നിൽ നിന്നും അകന്നു പോയിരിക്കുന്നു. ഫോൺ അടിക്കുന്ന ശബ്ദം കേട്ടാണ് പാർവതി ബെഡിൽ നിന്നും എഴുന്നേറ്റത്. കാശിയുടെ പേര് ഡിസ്പ്ലേയിൽ തെളിഞ്ഞതും അവളുടെ സങ്കടം എല്ലാം എങ്ങോട്ടോ പോയി മറഞ്ഞു. ഞാൻ കുറച്ചു കഴിഞ്ഞ് അങ്ങോട്ട് വരും. അവിടെ വന്ന് വിളിക്കുമ്പോൾ നീ പുറത്ത് വന്നാൽ മതി. എനിക്കെന്തോ നീ വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും. പാർവതി എന്തെങ്കിലും പറയും മുന്നേ കാശി ഫോൺ ഓഫാക്കി. പാർവതി എല്ലാവരും ഉറങ്ങാൻ വേണ്ടി കാത്തിരുന്നു. ലൈറ്റ് എല്ലാം അണഞ്ഞതും അവൾ ആശ്വാസത്തിൽ ശ്വാസം വിട്ടു. കുറച്ചു കഴിഞ്ഞ് കാശിയുടെ മെസ്സേജ് വന്നു. പുറത്തു വരാൻ പറഞ്ഞു. പാർവതി ശബ്ദമുണ്ടാക്കാതെ അടുക്കള വഴി പതിയെ നടന്നു. അടുക്കളവാതിൽ തുറക്കാൻ തുടങ്ങിയതും അവിടെ ആരും ലൈറ്റ് ഇട്ടു. പാർവതി ഞെട്ടിത്തിരിഞ്ഞു നോക്കുമ്പോൾ ജാനകി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. പാർവതി അവരെ നോക്കി ഒന്ന് ചിരിച്ചു. മോളെ എങ്ങോട്ടാ ഈ നേരത്ത്? അത് പിന്നെ വെറുതെ ഉരുളണ്ട. എൻ്റെ മോനെ എനിക്ക് നന്നായി അറിയാം. വേഗം വരാൻ നോക്ക്, ആരെങ്കിലും അറിയും. പാർവതി ആശ്വാസത്തിൽ ഒന്ന് ചിരിച്ചുകൊണ്ട് അവരെ കെട്ടിപ്പിടിച്ചു. വേഗം വാതിൽ തുറന്നു പോയി. ജാനകി അത് ചിരിയോടെ നോക്കി നിന്നു. ഉമ്മറത്തു നിന്നും പാർവതി കണ്ടിരുന്നു വഴിയിൽ തന്നെ നോക്കി നിൽക്കുന്ന കാശിയെ.